പൂജാർപ്പണത്തിനായി ബലിവേദിയിൽ പൂർണ്ണ മനസ്സോടണയാം. ഹൃദയമൊരുക്കി ആദരവോടി സുഹൃതം നിറയും ബലി നുകരാൻ. പൂജാർപ്പണത്തിനായി ബലിവേദിയിൽ പൂർണ്ണ മനസ്സോടണയാം. ഹൃദയമൊരുക്കി ആദരവോടി സുഹൃതം നിറയും ബലി നുകരാൻ. കാൽവരി ബലിയുടെ ഓർമ്മകളിൽ കാരുണ്യത്തിൻ വേദികയിൽ ജീവിതമാകും ബലികാം. സ്നേഹിത ഗണമേ അണിചേരൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ച നമ്മൾ ക്രിസ്തുരാജത്വ തിരുനാൾ ആഘോഷിച്ചു. അത് കഴിഞ്ഞ് നമ്മളിതാ പുതിയൊരു ആരാധന വർഷത്തിലേക്ക്, ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുവിൻ്റെ വരവ് പ്രതീക്ഷിച്ച് ജീവിതത്തെ ഒരുക്കമുള്ളതാക്കുവാൻ സഭ നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമാണ്. 25 ദിവസത്തെ നോമ്പെടുത്ത് യേശുവിൻ്റെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഈശോയുടെ ഒന്നാമത്തെ ആഗമനത്തിൽ ഈശോയ്ക്ക് വേണ്ടി സ്നാപക യോഹന്നാൻ വഴിയൊരുക്കി. ഈശോയുടെ ഒന്നാമത്തെ ആഗമനം വിസ്മയനീയനായ ഒരു ശിശുവായി ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറക്കുകയും മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ ജീവൻ കൊടുത്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസങ്ങൾ ശിഷ്യന്മാരോടൊപ്പം ഈ ഭൂമിയിൽ കൂടെ നടന്ന് അവരെ പഠിപ്പിച്ച് 40-ാം ദിനം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയ കർത്താവായ യേശുവിൻ്റെ 2ാം വരവിന് നാം ഒരുക്കമുള്ളവരാകണമെന്ന് ഈ കാലഘട്ടത്തിൽ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് സകലരെയും രക്ഷിക്കുവാനായിട്ട് ബലിയായി തീരുവാനായി വന്നതാണെങ്കിൽ, ഇനി യേശുവിൻ്റെ 2ാം വരവ് നീതിമാനായ വിധിയാളനായി വാനമേഘങ്ങളിൽ രാജാതിരാജനായി കടന്നു വരുന്ന യേശുവിൻ്റെ 2ാം വരവാണ്. അതിന് ലോകത്തെ ഒരുക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ആദ്യം നാം ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങിയാലേ മറ്റുള്ളവരെ ഒരുക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ ഒന്നാമത്തെ ആഗമനത്തിന് വേണ്ടി നന്നായി ഒരുങ്ങി മരുഭൂമിയിൽ ദീർഘനാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് രക്ഷകൻ്റെ ഒന്നാമത്തെ വരവിന് സ്നാപക യോഹന്നാൻ ഒരുങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വഴികാട്ടിയായി മാറി. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ 2ാം ആഗമനത്തിന് ഈ ലോകത്തെ ഒരുക്കുവാൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും വിശുദ്ധമായ ജീവിതത്തിലും നമ്മൾ ഒരുങ്ങിക്കൊണ്ട് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ അടിസ്ഥാനപരമായ ദൗത്യവും ഉത്തരവാദിത്വവും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, ക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വഴിയൊരുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് വിശുദ്ധ കുർബാന തന്നെയാണ്. സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ഒന്നാമത്തെ ആഗമനത്തിൽ ഈശോ കടന്നു വന്ന് ഈ ഭൂമിയിൽ അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഈശോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്ന ചെവികൾ ഭാഗ്യമുള്ളത്. കാരണം അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചു, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, യേശു എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്.
യേശുവിൻ്റെ സംസാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംസാരമാണ്. ശിഷ്യന്മാർക്ക് അത് യേശുവിനെ കാണാൻ, യേശുവിൻ്റെ സ്വരം കേൾക്കുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാനും നിങ്ങളും ഭാഗ്യമുള്ളവരാണ്. യേശുവിൻ്റെ വചനം കേൾക്കാൻ നമുക്ക് ഇന്ന് ഭാഗ്യമുണ്ട്. യേശുവിനെ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ട്. വിശുദ്ധ കുർബാനയിൽ, ദിവ്യകാരുണ്യത്തിൽ നമുക്ക് ഈശോയെ കാണാനായിട്ട് സാധിക്കും. ഈ വിശുദ്ധ ബലിയിൽ ഭക്തിയോടെ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഈശോയെ കാണുവാനും കേൾക്കുവാനും അവൻ്റെ രണ്ടാം വരവിന് യോഗ്യമായി ജീവിതത്തെ ക്രമീകരിക്കുവാനും തയ്യാറാകാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിയാം. കർത്താവിൻ്റെ കാൽവരി ബലി വിശുദ്ധിയോടെ ഭക്തിയോടെ അർപ്പിക്കുവാൻ നമ്മുടെ മാനസങ്ങളെ ശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഴ്ചകളെ ഓർത്ത് അനുതപിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപങ്ങൾ ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ വരാനിരിക്കുന്ന പുത്രൻ്റെ സാന്നിധ്യത്താൽ ആശ്വസിപ്പിക്കപ്പെട്ട് ഞങ്ങളുടെ മുൻകാല തിന്മകളാൽ ഇനി ഒരിക്കലും കളങ്കിതരാകാതിരിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ യാചനകളിൽ സംപ്രീതനാവുകയും പരിക്ഷീണിതരാകുന്ന ഞങ്ങൾക്ക് അങ്ങേ കരുണാർദ്ര സഹായം നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അധ്യായം 11, വാക്യങ്ങൾ 1 മുതൽ 10 വരെ. അക്കാലത്ത് ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പപ്പുത്തിനു മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അന്ന് ജസ്സയുടെ വേര് ജനങ്ങൾക്ക് ഒരു അടയാളമായി നിലകൊള്ളും. ജനതകൾ അവനെ അന്വേഷിക്കും. അവൻ്റെ ഭവനം മഹത്വപൂർണമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
അവന്റെ കാലത്തു നീതി തളച്ചു വളരട്ടെ, എന്നേക്കും സമാധാനം സമൃദ്ധമായി പുലരട്ടെ. അവന്റെ കാലത്തു നീതി തഴച്ചു വളരട്ടെ, എന്നേക്കും സമാധാനം സമൃദ്ധമായി പുലരട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവനങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠതയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. അവന്റെ കാലത്തു നീതി തഴച്ചു വളരട്ടെ, എന്നേക്കും സമാധാനം സമൃദ്ധമായി പുലരട്ടെ. അവന്റെ കാലത്തു നീതി തഴച്ചു വളരട്ടെ, ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ. അവന്റെ കാലത്തു നീതി തഴച്ചു വളരട്ടെ, എന്നേക്കും സമാധാനം സമൃദ്ധമായി പുലരട്ടെ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. അവന്റെ കാലത്തു നീതി തഴച്ചു വളരട്ടെ, എന്നേക്കും സമാധാനം സമൃദ്ധമായി പുലരട്ടെ. അവന്റെ നാമം നിത്യം നിലനിൽക്കട്ടെ, സൂര്യനുള്ളിടത്തോളം കാലം അവന്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെ പോലെ അനുഗ്രഹീതരാകട്ടെ. ഇന്നു ജനം പരസ്പരം ആശംസിക്കട്ടെ. ജനതകൾ അവനെ അനുഗ്രഹീതനെന്നു വിളിക്കട്ടെ. അവന്റെ കാലത്തു നീതി തഴച്ചു വളരട്ടെ, എന്നേക്കും സമാധാനം സമൃദ്ധമായി പുലരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ ദാസരുടെ കണ്ണുകൾ പ്രകാശിക്കാനിതാ. നമ്മുടെ കർത്താവ് പ്രതാപത്തോടെ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10 വാക്യങ്ങൾ 21 മുതൽ 24 വരെ. അക്കാലത്ത് യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭിഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവാരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഇത്രയേറെ നന്മ എനിക്കേകാൻ അത്ര എന്നെ സ്നേഹിക്കുന്നു ദൈവം. വ്യക്തമായി പോയൊരെൻ്റെ ജീവൻ അർത്ഥവും രൂപവും നീങ്ങി. വാക്കുകളില്ല നന്ദി ചൊല്ലുവാൻ, കാഴ്ചയേകാമെൻ്റെ മാനസം. ഇത്രയേറെ നന്മ എനിക്കേകാൻ അത്ര എന്നെ സ്നേഹിക്കുന്നു ദൈവം. വ്യർത്ഥമായി പോയൊരെൻ്റെ ജീവൻ അർത്ഥവും രൂപവും നീങ്ങി. വാക്കുകളില്ല നന്ദി ചൊല്ലുവാൻ, കാഴ്ചയേകാമെൻ്റെ മാനസം. പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായി ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളും കാണിക്കകളും വഴി ഞങ്ങളിൽ സംപ്രീതനാകണമേ. ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഞങ്ങൾക്ക് അങ്ങേ കരുണയുടെ സംരക്ഷണം സഹായകമായി നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഹിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ
അങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഈ നിമിഷം ഈ കാഴ്ച വസ്തുക്കളോടൊപ്പം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ശാരീരികവും മാനസികവും ആത്മീയ മേഖലകളിൽ ദൈവീക കൃപകൾ വർഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന എല്ലാ പൈശാചിക അന്ധകാര ശക്തികൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുവാനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ രണ്ടാം വരവിന് യോഗ്യമായി നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കമുള്ളതായി തീർക്കുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് കടന്നു ചെല്ലാൻ തക്ക വിധം സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, കരുതലിൻ്റെ വഴിയൊരുക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈ കൂദാശ വചനങ്ങളിൽ നമുക്ക് പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കാ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടന്നൊറ്റിക്കൊടുക്കപ്പെട്ടു സുമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്തു കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇതു നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്തു വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന്
നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇതു നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് ചക്കാലയ്ക്കൽ മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും സകല വൈദികരോടും സന്യാസിനികളും സുവിശേഷ പ്രഘോഷകരും വിശ്വാസികളും ശാലോം TV ശുശ്രൂഷകളും ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കളെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും കർത്താവെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനോടും വിശുദ്ധ ക്ലാരയോടും വിശുദ്ധ അന്തോനീസിനോടും വിശുദ്ധ പാദ്രപ്പിയോടും വിശുദ്ധ ജോൺ പോൾ പാപ്പായോടും വിശുദ്ധ ഫൗസ്റ്റീനായോടും വിശുദ്ധ കൊച്ചു ത്രേസ്യായോടും സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ
ഉള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങൾ സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കൂട്ടായ്മകൾക്കും ശുശ്രൂഷാ മേഖലകൾക്കും തൊഴിൽ മേഖലകൾക്കും പഠന മേഖലകൾക്കും സമാധാനവും ഐക്യവും വിശുദ്ധിയും ഐശ്വര്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ നൽകുന്ന സമാധാനം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ഇപ്പോൾ നിറയ്ക്കപ്പെടുവാൻ കരുണ കാണിക്കണമേ. ഇന്ന് ജന്മദിനം വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും നമ്മുടെ ഭവനങ്ങളിലുള്ള എല്ലാവരെയും ഓർക്കാം. ആസ്പത്രികളിലെ ഭവനങ്ങളിൽ രോഗികളായി കഴിയുന്നവരുണ്ടെങ്കിൽ അവരെയും ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തുവാൻ ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താലതു മാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും
എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നീതിമാനായ വിധികർത്താവ് തൻ്റെ ആഗമനത്തിൽ സന്തോഷിക്കുന്ന എല്ലാവർക്കും നീതിയുടെ കിരീടം നൽകും. കരങ്ങൾ കൂപ്പി ദൈവത്തിന് നന്ദി പറയാം. പങ്കെടുത്തർപ്പിച്ച വിശുദ്ധ ബലിയെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഇന്നേ ദിവസം ഇനി അർപ്പിക്കുവാനിരിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മീയ പോഷണമാകുന്ന ഭോജനത്താൽ നിറഞ്ഞ് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യ രഹസ്യത്തിലെ പങ്കാളിത്തം വഴി ലൗകികമായവ ശരിയായി വിലയിരുത്തുവാനും സ്വർഗീയമായവ മുറുകെ പിടിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിനും സമാധാനത്തിനും സാക്ഷ്യം നൽകി ജീവിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.